പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസത്തെക്കുറിച്ചിട്ടാണല്ലോ ഇപ്പോൾ ചർച്ചകൾ പ്രകമ്പനം കൊള്ളുന്നത്. എങ്ങനെ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാമെന്നുള്ളതിനെക്കുറിച്ചിട്ട് വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകൾക്കിടയിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ട് താൻ സർക്കാരിന് 150 ഏക്കർ ഭൂമി വയനാട് വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണെന്നും ആ സ്ഥലത്ത് ഒരു ടൗൺഷിപ്പ് സർക്കാർ നിർമ്മിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകനാണെന്നുള്ള വ്യാജേന ഒരു വനം കൊള്ളക്കാരൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് ഞാൻ 150 ഏക്കർ വാങ്ങിക്കൊടുക്കും, അവിടെ ഇത് ടൗൺഷിപ്പ് ഉണ്ടാക്കണം എന്ന് പറയുകയും അയാൾ അതിൻ്റെ ഏതാണ്ട് പ്രപ്പോസൽ ഇതിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു. എന്നാൽ ഇന്നലെ അയാൾ ആരാണ്? അയാളൊരു ചാനൽ മുതലാളിയാണ്. അയാളുടെ പേര് ആൻഡോ അഗസ്റ്റിൻ എന്നാണ്. അയാൾ ആ ചാനൽ റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആണ്. എന്ന് മാത്രമല്ല, അയാൾ എല്ലാ ദിവസവും ആ ചാനലിൽ പിന്നെ എഡിറ്റർമാരുടെ ഒരു ചർച്ചയുണ്ട്. അതിനകത്ത് വന്ന് വലിയ വ്യാപകമായിട്ടുള്ള വിശാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾ വയനാടുകാരനാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഇപ്പോൾ അയാൾ വന്ന് പറയുന്നത് കണ്ടു, ഞാൻ പ്രപ്പോസൽ കൊടുത്തു, അത് ഗവൺമെൻറ് ഉടനടി തന്നെ ആ പ്രപ്പോസൽ നടപ്പിലാക്കണം എന്നാണ്. അപ്പോൾ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻഡോ അഗസ്റ്റിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ്? അത് എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഞാൻ നേരിട്ടല്ല, ആൻഡോ അഗസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും വിശദമായി അറിയാവുന്ന ഒരാളുമായി ഞാൻ ഈ വീഡിയോയിൽ സംഭാഷണം നടത്തുകയുണ്ടായി. അയാളുടെ വാക്കുകളിലൂടെയാണ് ഞാൻ ആൻഡോ അഗസ്റ്റിനെ നിങ്ങൾക്ക് കൂടുതലായി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആൻഡോ അഗസ്റ്റിനെ നമുക്കറിയാവുന്നത് 2020 അവസാനം നടന്ന മുട്ടിൽ മരം മുറിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, വനം കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പട്ടയഭൂമിയിലുള്ള പരശതം കോടി രൂപയുടെ രാജകീയ മരങ്ങൾ വെട്ടിവിറ്റ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി ഇപ്പോഴും തുടരുന്നയാളാണ് ഈ ആൻഡോ അഗസ്റ്റിൻ. ഈ ആൻഡോ അഗസ്റ്റിനും കൂടെ ഒരു കാരണക്കാരനാണ്, ഈ വയനാട് ദുരന്തത്തിൻ്റെ ഒരു കാരണക്കാരനും കൂടെയാണ് ആൻഡോ അഗസ്റ്റിൻ. ആ ആൻഡോ അഗസ്റ്റിൻ ഇപ്പോൾ 150 ഏക്കർ സ്ഥലം അവിടുന്ന് വാങ്ങി അത് സർക്കാരിന് കൊടുത്ത് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പണം എന്നുള്ളതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുമായി നടത്തുന്ന ഫോൺ സംഭാഷണത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മാർത്ഥ സുഹൃത്തിനെ ഞാനിപ്പോൾ 2 തവണയായി നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. 10-40 വർഷക്കാലമായി വയനാട്ടിലെ പരിസ്ഥിതി തകർച്ചയ്ക്കെതിരായിട്ട് അചഞ്ചലമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്ന വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രധാന ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ N. ബാദുഷയുമായിട്ടാണ് ഞാൻ ഈ ടെലിഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹവുമായി ഞാൻ ആൻഡോ അഗസ്റ്റിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആൻഡോ അഗസ്റ്റിൻ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഈ മുട്ടിൽ വനം കൊള്ള അത് പുറത്തു കൊണ്ടുവന്നയാൾ N. ബാദുഷയാണ്. ആ പുറത്തു കൊണ്ടുവരികയും ആ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി പോർമുഖത്തിൽ നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ഒരാളാണ് N. ബാദുഷ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ബാദുഷയുമായി ഈ കാര്യം ഞാൻ സംസാരിച്ചത്. ബാദുഷ വിശദമായി ഇയാൾ ഏറ്റവും വലിയ ഭൂലോക കള്ളനാണെന്നുള്ളത് വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമന്യേ ഈ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹവുമായി ഞാൻ നടത്തിയ ആ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് ഞാൻ എൻ്റെ പ്രേക്ഷകരെ സദയം ക്ഷണിക്കുകയാണ്. ഇപ്പൊ ഒരു 3-4 ദിവസങ്ങളായിട്ട് ഈ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നുകൊണ്ട് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാള് പലവിധ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം മുട്ടിൽ മരമുറി കേസിലെ പ്രതിയാണെന്നുള്ളത് അറിയാം. അയാളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അയാൾ പറയുന്നത്, അയാൾ വയനാട് 150 ഏക്കർ സ്ഥലം വാങ്ങി സർക്കാരിന് കൊടുത്തിട്ട് അവിടെ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് അയാൾ വന്നിരിക്കുകയാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം 2020 അവസാനം നടന്ന മുട്ടിൽ മരമുറി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ് എന്നുള്ളതും, മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും ഈ ആരാണ് ഈ ആൻഡോ അഗസ്റ്റിൻ, അയാളുടെ ഈ മുട്ടിൽ മരമുറിയിലെ പങ്കെന്താണ്, അതൊന്ന് വ്യക്തമാക്കിയ നന്നായിരുന്നു. അത് പിന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള അഗസ്റ്റിൻ സഹോദരന്മാരുടെ മെയിനായിട്ട് ആൻഡോ അഗസ്റ്റിന്റെ തന്നെ നേതൃത്വത്തിൽ ദീർഘകാലമായി നിലനിന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് മുട്ടിൽ മരമുറി. അത് കേവലം മുട്ടിൽ മരമുറി എന്നുള്ള രീതിയിൽ നമ്മൾ കാണരുത്. മുട്ടിലാണ് ആദ്യം മരം മുറിച്ചത്. അതോടൊപ്പം മറ്റ് ചില സംസ്ഥാനത്തിലെ ചില ഭാഗങ്ങളിലും ചെറിയ രീതിയിൽ മരമുറി നടന്നിട്ടുണ്ടെങ്കിലും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സന്ദർഭോചിതമായി ഇടപെട്ടത് കൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം നൽകി കിട്ടുകയും ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ
തടി കുംഭകോണവും കള്ളക്കടത്തും കണ്ടുപിടിക്കുകയും ചെയ്തത് മുട്ടിലാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ഞാൻ ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ. നമ്മുടെ കേരളത്തിൽ ഉള്ള അസൈൻ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം അസൈൻ ചെയ്ത് കൊടുത്ത ഒരു 10-15 ലക്ഷത്തോളം വരുന്ന ഏക്കറിലുള്ള കോടാനുകോടി മരങ്ങളുടെ മേൽ കണ്ണു വെച്ചിട്ടാണ് അവർ ഈ നീക്കം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടന്നത്. നമ്മുടെ പിന്നെ കേരള കോൺഗ്രസിലെ മാണിച്ചായൻ ചെയ്യാൻ പോലും വിസമ്മതിച്ച ഒരു സംഭവമായിരുന്നു അത്. കാരണം അങ്ങനെയാണ് മാണിച്ചായൻ കേരള ഫോറസ്റ്റ് വൃക്ഷം നട്ടുപിടിപ്പിക്കലും പരിപാലിക്കലും എന്നുള്ള നിയമം കൊണ്ടുവന്നു. അതിൽ പോലും അദ്ദേഹം അതിന് വഴുതി മാറുക ചെയ്തത്. അപ്പം കേരളത്തിലെ മരക്കച്ചവടക്കാർ ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് ഈ ഏതാണ്ട് ഇത്ര സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല, ഏതാണ്ട് 15 ലക്ഷത്തോളം എന്റെ ഒരു കണക്കുകൂട്ടലാണ് കേട്ടോ. അത് കൃത്യമായി ശാസ്ത്രീയമായിട്ടൊന്നും നടത്തിയതല്ല. ഏതായാലും നമുക്കൊക്കെ അറിയാം, ഒരു 10-15 ലക്ഷത്തോളം ഏക്കറ ഭൂമി കേരളത്തിൽ 1957 ശേഷം നമ്മൾ പതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പതിച്ചു കെടുത്ത ഭൂമിയിൽ ചുരുങ്ങിയത് ഒരേക്കറയിൽ 10 മരങ്ങളെങ്കിലും റിസർവ് ചെയ്ത മരങ്ങളുണ്ട്. തേക്ക്, ഈട്ടി, എബനി, കരിമരുന്ന് അങ്ങനെ തുടങ്ങിയുള്ള മരങ്ങൾ. ഈ മരങ്ങളിൽ കണ്ണുവെച്ച് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു മൂർത്ത രൂപം വരുന്നത് അഗസ്തീൻ സഹോദരന്മാരുടെ ഈ ഇടപെടലോടുകൂടിയും അവർ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത് അവര് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയ വൻ പണം ചെലവഴിച്ചും വലിയ രീതിയിൽ പണം ഓഫർ ചെയ്തും ഭരണത്തിലുള്ളവരെയും ഭരണത്തിലില്ലാത്തവരെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ച് നടത്തിയ ഇടപെടലുകളെ തുടർന്നാണ് ആ വിവാദപരമായിട്ടുള്ളതായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഉത്തരവ് എന്തായിരുന്നത്? ആ ഉത്തരവ് ഉത്തരവ് വാസ്തവത്തിൽ ആർക്കും എങ്ങനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു ഉത്തരവാണ്. അതായത് ഇങ്ങനെയുള്ളതായ ഭൂമിയിലെ കിളിർത്ത് വന്നതും സർക്കാരിൽ വില കെട്ടി നിശ്ചയിച്ചതുമായ മരങ്ങൾ മുറിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് കിളിർത്ത് വന്നത് മുറിച്ചെടുക്കുന്നത് കൊടുത്തോട്ടെ, പക്ഷെ സർക്കാരിൽ അങ്ങനെ വില കെട്ടിയിട്ട് ഈ മരങ്ങൾ ആരും കർഷകർ അവരുടെ പ്ലോട്ടുകളിൽ നിലനിർത്തിയിട്ടില്ല. അതിനുള്ള നിയമസാധുതയില്ല. എന്നിട്ട് അതിനെതിരെ നടപടിയെടുക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നു അതിനകത്തുണ്ടായിരുന്നു. അച്ചടക്ക നടപടി എന്നിട്ട് എന്താ ചെയ്തെന്ന് കേൾക്കൂ. അങ്ങനെ ആദ്യം നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വേണുവിനെ കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് അത് വിവാദമായതിനെ തുടർന്ന് ഇപ്പോഴത്തെ റവന്യൂ സെക്രട്ടറി ആയിട്ടുള്ള അയാളുടെ പേര് ജയതിലകനെ കൊണ്ട് മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിന്റെ പിന്നിൽ ഞാൻ വിശ്വസിക്കുന്നത് വെറും IAS ഓഫീസർമാരോ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോ മാത്രമല്ല. അതിന്റെ പിന്നിൽ നല്ല രാഷ്ട്രീയ നേതൃത്വം, നല്ലതെന്ന് വെച്ചാൽ വളരെ വളരെ ബലമുള്ള റവന്യൂ മിനിസ്റ്റർ പോലും അല്ലാത്ത ഓഫീസുകളിൽ നിന്നുള്ളതായ ഇടപെടലിനെ തുടർന്നാണ് ഉത്തരവ് വന്നത്. അതിൽ കോടാനുകോടി റുപ്യ കൈമാറിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് മുട്ടിൽ ആദ്യമായിട്ടുള്ള ടെസ്റ്റ് ദിവസങ്ങൾക്ക് മരം മുറിക്കുന്നത്. അതിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെങ്കിൽ വനം വകുപ്പിന്റെ നിലവിലുള്ള സംവിധാനം അനുസരിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് റേഞ്ച് ഓഫീസർമാർക്കും DFOമാർക്കും. അതിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ പോലും വനംവകുപ്പ് തയ്യാറായില്ല. ഇതനുസരിച്ച് സർക്കാരിൽ നിക്ഷിപ്തമായ മരങ്ങൾ മുറിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാതെ ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന്. അങ്ങനെ തട്ടിപ്പും വെടിപ്പുട്ടിയും നടത്തി ഈ അഗസ്റ്റിൻ സഹോദരന്മാര് വയനാട്ടിൽ നടത്തിയത് എന്താണ്? അതിന്റെ പേരിൽ മുട്ടിൽ പഞ്ചായത്തിലുള്ളതായ 500-ലധികം പഴക്കമുള്ളതായ ഈട്ടി മരങ്ങൾ മാത്രം. 500 വർഷം പഴക്കമുള്ള ഈട്ടി മരം എന്ന് പറഞ്ഞാൽ അതിനൊരു വിലയും ഇതൊക്കെ എന്ത് വരും? അതിന് വാസ്തവത്തിൽ നമുക്ക് മതിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ലണ്ടൻ സൈസ് എന്ന് പറയും. അത് വില മതിക്കാൻ പറ്റൂല. അതിന് മോഹവിലയാണ്. അത് ആദിവാസികളുടെ കയ്യിൽ നിന്നും നാമമാത്രമായ വിലക്ക് 20,000 റുപ്യക്ക് 5,000 റുപ്യക്കൊക്കെയാണ് ഈ മരം അവര് വിലക്ക് വാങ്ങി മുറിക്കുന്നത്. അന്നേരമാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. മാത്രമല്ല ഇങ്ങനെയുള്ളതായ മരങ്ങളിൽ ഏതാണ്ട് 2 ലോഡ് മരം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. പെരുമ്പാവൂരിലുള്ള ഇത് വാങ്ങിയുള്ളതായ ആ മില്ലുടമ വളരെ സത്യസന്ധനായതുകൊണ്ട് ഇതിന്റെ ബാക്ക് ഫയലുകൾ, ഇതിന്റെ ലൈസൻസ്, ഇതിന്റെ പെർമിറ്റ് ഒക്കെ ആവശ്യപ്പെട്ട് അത് കൊടുക്കാത്തതിനെ തുടർന്നാണ് അവര്
വനം വകുപ്പിനെ ഈ വിവരം അറിയിക്കുന്നത്. അതായത് ഞങ്ങൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നതിന് ശേഷം. അത് മാത്രമല്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രകൃതി സംരക്ഷണ സമിതി ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ? അന്ന് ഈ കൊറോണ കാലഘട്ടത്തിലാണ് ആ വിവരം ഞങ്ങളെ അവിടുത്തെ ചില നാട്ടുകാരെ അറിയിക്കുകയും ഞങ്ങള് വില്ലേജ് ഓഫീസിൽ പോവുകയും വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങൾ ഇതിന് പെർമിറ്റ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾ ഇതിന് എങ്ങനെ പെർമിറ്റ് കൊടുത്തു, കാരണം സർക്കാരിൽ നിക്ഷിപ്തമായ മരം മുറിക്കാൻ വേണ്ടി നിങ്ങൾ പെർമിറ്റ് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം പറഞ്ഞ് ഇങ്ങനെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് കാണേണ്ടതെന്ന് വെച്ചാൽ ആ ഉത്തരവ് അവ്യക്തമാണ്. അന്നത്തെ കളക്ടറായിരുന്ന അദീല അബ്ദുള്ള അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവര് പെർമിറ്റ് അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത്, എന്നാൽ വനം വകുപ്പ് അത് പരിശോധിക്കണം. അതും പരിശോധിക്കാതെ അന്നുണ്ടായിരുന്ന ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒത്താശയോടുകൂടി അത് പെരുമ്പാവൂരിലേക്ക് കടത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത്. വേറൊരു തട്ടിപ്പ് നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മരം തരാമെന്ന് പറഞ്ഞ് പെരുമ്പാവൂരിലെ മില്ലുടമയിൽ നിന്നും 50 ലക്ഷം റുപ്യ മീനങ്ങാടിയിലെ ഗ്രാമീൺ ബാങ്കിലൂടെ ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അയാൾക്ക് ഒരു പൈസയും ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി ഇവരുടെ ചരിത്രം അവിടെയും അവസാനിക്കുന്നില്ല. ഞാനതും കൂടി പറഞ്ഞോട്ടെ. ഇവരുടെ ചരിത്രം അവിടെയും അവസാനിക്കുന്നില്ല. ഇവർ കുറെ കാലം മുമ്പ് മീനങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ബാങ്ക് മുഖാന്തരം ലോൺ തരപ്പെടുത്തി കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ഓട്ടോറിക്ഷകൾ മുഴുവനും ഇൻഷൂർ ചെയ്ത ഇവരായിരുന്നു. ഏതാണ്ട് 100-ലധികം ഓട്ടോറിക്ഷകൾ ഇവർ വിതരണം ചെയ്തിട്ട്, ആ വിതരണം ചെയ്ത ഓരോ ഓട്ടോറിക്ഷയ്ക്കും ഇൻഷുറൻസ് തുക ഏതാണ്ട് 20,000 ഉറുപ്പ്യോളം ഇവർ വാങ്ങുകയും ഇൻഷുറൻസ് കമ്പനിയിൽ അടക്കാത്തുകയും ചെയ്തതിനെ തുടർന്ന് അത് വലിയ വിവാദമാവുകയും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അന്ന് വരെ പിടികൂടുകയും ഒക്കെ ചെയ്ത ചരിത്രം ഉണ്ട്. വേറൊന്ന് 100 ഏക്കർ ഉള്ളതായ 100 ഏക്കർ എന്ന് പറയുന്ന മുട്ടിലെടുത്ത ഒരു സ്ഥലം ഇവരെ എസ്റ്റേറ്റ് ഞങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ രേഖ അത് മുഴുവനും വിറ്റുപോയിരുന്നു. 1-2 ഏക്കർ മാത്രമേ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ 100 ഏക്കറുടെയും അടിയാധാരങ്ങൾ ഉണ്ടായിരുന്നു. ആ അടിയാധാരം പണയം വെച്ച് ബാങ്കിനെ കബളിപ്പിച്ച് എത്രയോ കോടി ഉറുപ്പിക ഇയാൾ തട്ടിയതിനെ തുടർന്നുള്ളതായ നിയമ നടപടികൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നും ബാങ്കുമായി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ നടത്തിയ മറ്റൊരു തട്ടിപ്പ് എന്താന്ന് വെച്ചാൽ, കുപ്രസിദ്ധമായ മാംഗോ ഫോൺ, ആപ്പിൾ ഫോണിന് പകരമായി ഇതാ ഞങ്ങൾ മാംഗോ ഫോൺ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രചാരം കൊടുത്ത് കമ്പനികൾ അതും ഇതൊക്കെ ഉണ്ടാക്കി ഫാക്ടറികൾ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് 500 രൂപ തോതിൽ ഈടാക്കി 100 കണക്കിന് ആൾക്കാരിൽ നിന്നും ആ പണം സ്വീകരിച്ച് അവർ തട്ടിപ്പ് നടത്തിയതായ കഥ കേരളത്തിലും പത്രപ്രവർത്തന രംഗത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ മരംകൊള്ള എന്ന് പറയുന്നത് ഒരു എത്ര കോടി രൂപയുടെ മരംകൊള്ള വിമാനം നടത്തിക്കാണ് യഥാർത്ഥത്തിൽ? എന്റെ കണക്കനുസരിച്ച് അതൊരു 30 കോടി രൂപയുടെ മരം ഇവര് കടത്തിയിട്ടില്ല. അതിൽ കടത്താൻ സാധിച്ച കക്ഷി ഒരു 2 കോടി രൂപ വരെയുള്ള മരം മാത്രമേ കടത്തിയിട്ടുള്ളൂ. അത് വനം വകുപ്പ് പിടികൂടി. വനം വകുപ്പ് അത് സീസ് ചെയ്ത് അത് അന്നുണ്ടായിരുന്ന വളരെ ആർജവം ഉണ്ടായിരുന്നുള്ളതായ ഒരു റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു മേപ്പാടിയിൽ. അയാളെ സമീർ എന്നാണ് അയാളുടെ പേര്. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് ഇയാള് വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഇയാൾക്ക് പറ്റിയ ഒരാളെ പോസ്റ്റ് ചെയ്യുകയും മന്ത്രിയുടെ ഓഫീസിൽ വേറെ എന്തോ വനംവകുപ്പ് ആസ്ഥാനത്ത് വെച്ച് ഏതോ ചില കുശാഗ്ര ബുദ്ധികൾ ആ ആളെ മാറ്റിയിട്ട് ഈ സമീറിനെ വെക്കുകയും ചെയ്തു. അപ്പൊ ഇയാൾ ഈ ഉത്തരവ് മേടിച്ച് ഏതാണ്ട് 100 ദിവസം മരം വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഈ ഉത്തരവ് റദ്ദാക്കി പോകുന്നത് അല്ലേ? 100 അല്ലെങ്കിലും ഒരു 2 മാസത്തെ സാവകാശം അവർ കിട്ടി. പക്ഷേ വയനാട്ടിലെ മുട്ടില് മുറിച്ചിട്ട മരങ്ങളിൽ കാര്യമായി ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. 2 ലോഡ് മരം, പെർമിറ്റ് ഇല്ലാത്ത മരം, അതും റോസ്വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജകീയ മരമാണ്. അത് വനംവകുപ്പിന്റെ നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്ന് പെരുമ്പാവൂരിലെത്തിയതിന്റെ പിന്നിൽ ആരുടെ എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിരിക്കണം. ഫ്ലൈയിങ് സ്ക്വാഡിന്റെ സഹായമുണ്ട്, വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ സഹായമുണ്ട് എന്ന് മാത്രമല്ല, ഈ സമീറിനെ കുറുക്കാൻ വേണ്ടി പിന്നീട് വനം വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ ഈ അഗസ്റ്റിന്റെ ഒരു പിങ്കിടികളായി അയാൾ പറഞ്ഞത് പ്രകാരം നമ്മളെ മുട്ടിൽ മലയിലെ പാർശ്വത്തിലുള്ള യഥാർത്ഥത്തിൽ സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിലെ മരം 2 ഈട്ടി മരം വന്ന് സീസ് ചെയ്യുകയും അത് സമീറിന്റെ പേരിൽ തലയിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ സുഹൃത്തുക്കളും പരിസ്ഥിതി പ്രവർത്തകരും ഇടപെട്ടതിന്റെ ഫലമായി സമീറിനായി കക്ഷി ചേർക്കാൻ കഴിയാതെ വരികയും ചെയ്തു. എന്ന് മാത്രമല്ല, വനം വകുപ്പിലെ ഏറ്റവും സത്യസന്ധരായ നമ്മുടെ ദിനേശ്
തുടങ്ങിയുള്ളതായ ആൾക്കാരെ പിന്നെ കൈകാര്യം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശരിപ്പെടുത്തുമെന്ന് പറയാനും കൂടി അവർ ധൈര്യപ്പെട്ടു. ഗണേഷ് ലക്ഷങ്ങൾ വരെ ഞങ്ങളോട് കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞ് ഇവര് ഒരു ചാനലില് ചർച്ചയ്ക്ക് മറ്റേ 24 ന്യൂസിലൊക്കെ ഉള്ളൊരു പിന്നെ ദീപക് ധർമ്മടം എന്ന് പറഞ്ഞൊരുത്തനും അതിനകത്തുണ്ടായിരുന്നു. ഉണ്ടല്ലോ, ധർമ്മടം ഉണ്ട്. ധർമ്മടം ആരുടെ ഏജന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ 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 അതെ. അപ്പം പിന്നെ അങ്ങനെ ധനേഷിനെ പിന്നെ ഈ ചളിയിൽ മുക്കി ധനേഷിനെ ഇമ്മോറലൈസ് ചെയ്യാൻ നടത്തിയ ശ്രമം വാസ്തവത്തിൽ ഞാനാണെന്ന് പരാജയപ്പെടുത്തിയത്. ഞാനന്ന് മനോരമ ചാനലിൽ ഇയാള് പങ്കെടുത്ത രീതിയിൽ ഇയാൾ പറഞ്ഞത് മുഴുവനും ശുദ്ധ വിഡ്ഢിത്തമാണെന്നും കള്ളത്തരമാണെന്നും ധനേഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും കടിപിരിറ്റുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നും അയാൾ 5 നയാ പൈസ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാളും വിശ്വസിക്കില്ല എന്നും അയാൾ അത്രയും വനത്തിനോടും വനം വകുപ്പിനോടും സർക്കാർ ജോലിയോടും കമ്മിറ്റഡ് ആണ് എന്നും ഞാൻ പറഞ്ഞതിനെ തുടർന്ന് ഇവർക്ക് എന്നോട് വലിയ വൈരാഗ്യമായി. എന്നോട് താങ്കൾക്ക് വല്ല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്ന് വന്നിട്ടുണ്ടോ? എനിക്ക് നേരിട്ടുള്ള ഭീഷണി ഒന്നും ഉണ്ടായില്ല. പക്ഷെ അയാള് എന്നെ ഇമ്മോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകളിലൂടെയും പിന്നെ പത്രങ്ങളിലൂടെയും ശ്രമം നടത്തി, എന്നെയും പ്രകൃതി സംരക്ഷണ സമിതിയെയും. അത് വയനാട്ടിൽ നടക്കുന്ന സ്ഥിരം ഒരിടപാടാണ്. വനം വകുപ്പുകാർ, കോറി മുതലാളിമാർ, അതേപോലതായ മണ്ണ് മാഫിയ, റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാർ സ്ഥിരമായി കഴിഞ്ഞ 40 കൊല്ലമായിട്ട് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകരെ, എന്നെ മാത്രമല്ല അതിന്റെ സെക്രട്ടറി തോമസ് അമ്പലവയലിനെയും അതുപോലുള്ള ആൾക്കാരെയും സ്ഥിരമായി അവർ അപകീർത്തിപ്പെടും. ഇന്ന് എന്താ സ്ഥിതി വെച്ചാൽ വയനാട്ടിൽ പത്രപ്രവർത്തകരോ സാമാന്യ ജനതയോ പൊതുസമൂഹമോ ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. അത്രയും കൂടുതൽ നുണകൾ ഇവരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വനംകൊള്ളയിൽ കൂടെ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ചായിരിക്കണോ ഇയാൾ റിപ്പോർട്ടർ ചാനലിലൊക്കെ വരുന്നതൊക്കെ? വനം കൊള്ള നടത്തിയിട്ടുണ്ടാക്കിയുള്ളതായ കോടികളും വയനാട്ടിൽ നിന്ന് മുട്ടിലേത് കുറെയൊക്കെ തടയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ തട്ടിപ്പിന്റെ ലക്ഷങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടല്ലോ. പെരുമ്പാവൂരിലെ മുതലാളിമാർ 5 പൈസയാക്കി കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള തട്ടിപ്പുകളും മാങ്ങാ മുതലാളിമാർ ബാങ്ക് ഓഫ് ഫോണിലൂടെ തട്ടിപ്പുകളും ബാങ്കിനെ കബളിപ്പിച്ച് വാങ്ങിയുള്ള കോടികളും അടക്കമുള്ള പണം ഇയാളുടെ കയ്യിലുണ്ട്. ഈ പണം ഉപയോഗിച്ച് ഇവര് രാഷ്ട്രീയ നേതൃത്വത്തെയും മാധ്യമ പ്രവർത്തകരെയും, വളരെ ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ചില മാധ്യമ പ്രവർത്തകരാണ് ഇവരുടെ വരയിൽ വീണിട്ടുള്ളത്. എന്താ സംഭവം വെച്ചാൽ ഇപ്പം വയനാട്ടില് ഈ ഒരു യുദ്ധം കഴിഞ്ഞ യുദ്ധമുഖം പോലെ നമ്മൾ പണ്ട് പുരാതന പിന്നെ മഹാഭാരതത്തിലൊക്കെ കേട്ടതുപോലെ യുദ്ധമുഖത്ത് ചതറിക്കിടക്കുന്ന ശവങ്ങൾ തിന്നാൻ വേണ്ടി രാത്രിയാവുന്നതോടുകൂടി കഴുകന്മാരും കുറുക്കന്മാരും മറ്റു ദുഷ്ടജീവികളും കഴുകന്മാരും എത്തുന്നത് പോലെ വയനാടിനെ നശിപ്പിച്ച അതിൽ ആരെല്ലാം അറിയോ ഷാജഹാൻ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വലിയ വലിയ സൂപ്പർ നമ്മുടെ പിന്നെ സിനിമ സ്റ്റാറുകളുണ്ട്. അതേപോലെ തന്നെ IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഗവൺമെന്റ് റിട്ടയർ ആയ ഗവൺമെന്റ് സെക്രട്ടറിമാരുണ്ട്. അതേപോലെ തന്നെ ഈ മാങ്ങാ മുതലാളി ഉണ്ട്. അവരെല്ലാം മാന്യന്മാരാണ്. ഇയാൾക്ക് വയനാട്ടിൽ ഭൂമിയുണ്ടോ? ഇയാൾക്ക് എവിടെയും ഭൂമി ഉള്ളതായിട്ട് എനിക്കറിയില്ല. അയാൾക്ക് കുടുംബസ്വത്വപരമായിട്ട് നമ്മുടെ പിന്നെ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കാക്കവയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും കാരാപ്പുഴ ഡാമിലേക്ക് പോകുന്ന റോഡിന്റെ ഒരു വശത്ത് ഇയാളുടെയും സഹോദരന്മാർക്കും കൂടിയിട്ട് കുറെ ഭൂമിയുണ്ട്. അതില് പിന്നെ ഈട്ടിമരങ്ങളൊക്കെ ഒരു മുറിച്ച് നീക്കി, കംപ്ലീറ്റ് മുറിച്ച് നീക്കി. അത് എത്രയോ കോടി റുപ്യ ഉണ്ടാവും. ഈ കൂട്ടത്തിൽ മുറിച്ച മരങ്ങളാണ് പെരുമ്പാവൂരിലേക്ക് കടത്തിയത് ആദ്യമായി. ഈ വയനാട്ടിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ സൂപ്പർ സ്റ്റാറുകള്, ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര്, അവർക്ക് എല്ലാവർക്കും റിസോർട്ടുകളുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, എസ്റ്റേറ്റുകളിൽ അവരുടെ ബിനാമി പേരുകളിൽ എസ്റ്റേറ്റുകളുണ്ട്. അവരൊക്കെ അടുത്ത കാലത്തായിട്ട് വന്നിട്ട് വലിയ പിന്നെ പട്ടാള യൂണിഫോം ഒക്കെ ഇട്ടുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതെ അതെ. അവർക്കൊക്കെ ഈ മുണ്ടക്കയിൽ തന്നെ റിസോർട്ട് ഉള്ളതായിട്ടാണ് എന്റെ അറിവ്. അപ്പൊ ഇയാളെന്ന് പറഞ്ഞാൽ ഒരു ഭൂലോക പെരുങ്കള്ളനാണ് ഇയാള്, ഈ ആന്റോഗസ് എന്ന് പറഞ്ഞാൽ. നമ്പർ 1 ഫ്രോഡ് എന്ന് വേണേൽ കൃത്യമായി പറയാവുന്ന ഒരാളാണ്. അയാളിപ്പോ മാന്യനാവാൻ വേണ്ടി കോട്ടും സൂട്ടും ഇട്ട് ചാനലുകളിലൊക്കെ വന്നിരുന്ന്, സ്വന്തം ചാനലിൽ വന്നിരുന്നിട്ട് വലിയ രാഷ്ട്രീയവും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ് നമ്മളൊക്കെ സഹിക്കുക, നമ്മുടെ കേരളീയ സമൂഹം സഹിക്കുക. ഇതൊരു വലിയ തട്ടിപ്പിന്റെ ഇയാള് പിന്നെ ഒരിക്കലും ഇയാൾക്ക് 150 ഏക്കറോ 50 ഏക്കറോ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അയാൾ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ നമ്മളൊന്നും കാണാത്ത, നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത, അത് സംഭവിച്ചതിന് ശേഷം നമുക്ക് കണ്ടെത്തേണ്ട
അതിഭയാനവും ഭീകരവുമായ ഒരു തട്ടിപ്പിന്റെ മുന്നോടിയായിട്ടാണ് ഇയാളുടെ ഓഫർ എന്ന് നിങ്ങൾ 100% വിശ്വസിക്കും.